നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എവിടേക്കെന്നല്ലേ ബാ പറയാം. സമയം ഇപ്പൊ രാത്രി 11:15. ആക്ച്വലി 2025 ആദ്യത്തെ വലിയ ട്രിപ്പാണ്. നമ്മൾ പോകാൻ പോവാണ് പറഞ്ഞ പോലെ തന്നെ ഒരു വിന്റർ ട്രെക്കില്. ഞാനിപ്പോൾ ഇറങ്ങി. എൻ്റെ 1:30 രാത്രി ഫ്ലൈറ്റാണ് മുംബൈ ടു ഡൽഹി. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് എയർപോർട്ടിൽ ചെന്നിട്ട് തരാം. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മളെ ചെക്കിങ് കഴിഞ്ഞു. നമ്മളുടെ ഗേറ്റിലോട്ട് പോകാൻ പോവാണ്. ഹരിയിലായി പോയി എല്ലാം കൂടി. ലേറ്റ് ആയി ഇച്ചിരി എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഹോപ്പ്ഫുള്ളി ഗേറ്റ്സ് ഇനി 10 മിനിറ്റ് കൂടെ ഓപ്പൺ ഉണ്ട്. അപ്പം പെട്ടെന്ന് നമുക്ക് ഗേറ്റിലോട്ട് പോകണം. ഗേറ്റിലോട്ട് പോയിട്ട് നമുക്ക് അടുത്ത വിശേഷങ്ങളിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഗേറ്റാണ് 47B. ഇതിപ്പം നമ്മളെവിടാ? ഇതാണ് 47B. ഓക്കെ, അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മൾ 47Bയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ബോർഡിങ് സ്റ്റാർട്ട് ആയിട്ടില്ല. അപ്പോൾ 1.5 യാത്ര തന്നെയായിരുന്നു. അധികം എനർജി ഇല്ല, കാരണം രാത്രി ഏകദേശം 12:30 ആയി. അതുകൊണ്ടാണ് ഒരു എനർജി ഒന്നും ഇല്ലാത്ത. എന്തായാലും ഫ്ലൈറ്റ് നമ്മളുടെ എത്തും ഓൾമോസ്റ്റ് ഒരു 3.5 മണിക്ക് ഡൽഹിയിൽ. അവിടുന്ന് പിന്നെ നമുക്ക് മെട്രോ പിടിച്ചിട്ട് ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങണം. പിന്നെ ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിൽ നമുക്ക് ട്രെയിൻ പിടിച്ചിട്ട് നേരെ ദേഹ്രാദൂണിലോട്ട് പോകണം. അപ്പോൾ ബോർഡിങ് കഴിഞ്ഞ് ബേലോട്ടാണ് നമ്മളിപ്പം ഫ്ലൈറ്റിലോട്ട് കയറാൻ പോകും. നമസ്കാരം. ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡൽഹി എത്തി. അതേക്കാട്ടി വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഗേജ് വന്നിട്ടില്ല. വേണ്ടില്ല, ബെഡിൽ വെയിറ്റ് ചെയ്യുക കഴിഞ്ഞ് 10-15 മിനിറ്റായിട്ട് ലഗേജ് എത്തിയിട്ടില്ല. ലെറ്റ്സ് ഹോപ്പ് നമ്മുടെ ലഗേജ് പെട്ടെന്ന് വരുമെന്ന്. കാരണം നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത യാത്ര തുടങ്ങണം. ഇവിടുന്ന് മെട്രോ പിടിച്ചിട്ട് നമുക്ക് പോകണം ന്യൂഡൽഹി മെട്രോ. പിന്നെ അവിടുന്ന് നമുക്ക് പോകണം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ ലഗേജ് എല്ലാം എത്തി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ചെയ്തിട്ട് നമുക്ക് പില്ലർ നമ്പർ 15 പോകണം. പില്ലർ നമ്പർ 15 അവിടെ നിന്നാണ് നമുക്ക് മെട്രോ കിട്ടുന്നത്. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഡൽഹി മെട്രോയുടെ ഡൽഹി എയർപോർട്ടിൻ്റെ വെളി വന്നു. നല്ല തണുപ്പുണ്ട്. 14 ഡിഗ്രി ആണെന്ന് പറയുന്നിപ്പോൾ. യെസ്, ഫീൽസ് ലൈക്ക് 14. ഇവിടുന്ന് ഇപ്പം നേരെ നമുക്ക് മെട്രോ കണ്ടുപിടിക്കണം. പില്ലർ നമ്പർ 12 താഴെയാണ് ഈ മെട്രോ പോകുന്നത്. എയർപോർട്ട് മെട്രോയിലോട്ട് പോകുന്നത്. ഇനി അവിടെ പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഇതുകൊണ്ടല്ലേ ഇത്രയും ആൾക്കാർ മെട്രോയിൽ പോകാൻ നിൽക്കുക. പക്ഷെ സമയം ഇപ്പം 4:30, 5 മണി വരെ മെട്രോ തുറക്കില്ല. വെരി ഗുഡ്. ചലോ ബാരിക്കേഡൊക്കെ വെച്ച ബന്ധമാണ്. തൽക്കാലം ഒരു ലൈനെ ചാലു ആക്കട്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു യൂണിക് ഫീച്ചറുണ്ട്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ഡയറക്റ്റ്ലി വാട്സപ്പിൽ നിന്ന് എടുക്കാം. ഇത്രയും വേണമെങ്കിൽ ലൈൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ ഞാൻ ആ QR കോഡ് സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുത്ത് ഞാൻ ഗൂഗിൾ പേന്ന് പേയ്മെൻറ്റും ചെയ്ത് എൻ്റെ ടിക്കറ്റ് QR വന്നു. ഞാൻ മുമ്പിൽ കാണുന്ന കൗണ്ടറിൽ പോയി നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം അത് വാലിഡ് ആണോ അല്ലയോ എന്ന്. ഇപ്പം എന്താണ് നമ്മൾ സ്കാൻ ചെയ്ത് നമ്മൾ വന്ന് സിമ്പിൾ മെക്കാനിസംസ് ആൻഡ് റിയലി ഗുഡ് മെക്കാനിസംസ്. ഇത് നമുക്ക് പോകേണ്ടത് ടുവേർഡ്സ് ന്യൂഡൽഹി. ദാറ്റ്സ് പ്ലാറ്റ്ഫോം നമ്പർ 3. ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. നമ്മുടെ എയർപോർട്ടിൽ നിന്ന് തന്നെ അടുത്ത് പോകാനുള്ള മെട്രോ സ്റ്റേഷൻ കണക്റ്റഡ് ആണെങ്കിൽ വെളിയിലിറങ്ങണ്ട,
വലിയ ഫെയർ ചാർജസ് കൊടുക്കണ്ട, 60 rupees ആയിട്ടുള്ളൂ ഫ്രം എയർപോർട്ട് ടു ന്യൂ ഡൽഹി മെട്രോ സ്റ്റേഷൻ. ഞാൻ കേട്ടത് ന്യൂ ഡൽഹി മെട്രോ സ്റ്റേഷൻ താഴെ തന്നെയാണ് ന്യൂ ഡൽഹി റെയിൽവേ സ്റ്റേഷനും. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഐ ഡു നോട്ട് ഹാവ് ടു പേ എനിത്തിങ് എക്സ്ട്രാ ആൻഡ് ദിസ് ഈസ് ക്രേസി. ഏറ്റവും രസകര കാര്യം പറയട്ടെ, എൻ്റെ കീശയ്ക്കകത്ത് ₹1 ക്യാഷ് ഇല്ല. ഞാൻ ഈ മൊത്തം ട്രിപ്പിൽ ദേറാദൂൻ ചെയ്യാവുന്നത് GPay, ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേയുടെ ബലത്തിലാണ്. നോക്കട്ടെ, ഇപ്പം ഡെലിവറി എത്തി, ന്യൂ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ വരെ എത്തും. ഹോപ്പ്ഫുള്ളി നമ്മൾ ദേറാദൂൻ വരെ ക്യാഷ് ചിലവാക്കാതെ നമ്മളെത്തും. മെട്രോ സ്റ്റേഷൻ 3, ഇവിടെ നിന്നാണ് നമ്മൾ ന്യൂ ഡൽഹി എയർപോർട്ട് എക്സ്പ്രസ് സ്റ്റേഷൻ. ഇത് കണ്ടില്ലേ, സ്റ്റേഷനാണ്. ദില്ലി എയറോ സിറ്റി, ധൗല കോൺ, ശിവാജി സ്റ്റേഡിയം, ന്യൂ ഡൽഹി. എനിക്കറിയത്തില്ല ഞാനിത് ധൗല കുവ. ഓ, ദാറ്റ്സ് ധൗല കുവ. ഓക്കെ, മെട്രോ വന്ന ഗൈസ്. അപ്പോൾ നമ്മൾ ഇറങ്ങി ഏകദേശം 25 മിനിറ്റിനുള്ളിൽ നമ്മൾ ന്യൂ ഡൽഹി മെട്രോ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടെ നിന്ന് നമുക്ക് യെല്ലോ ലൈൻ പോകണ്ട, ടുവേർഡ്സ് ഇന്ത്യൻ റെയിൽവേസ് നേരെ പോകുന്നതാണ് ന്യൂ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ എന്തായാലും ഞാൻ സ്കാൻ ചെയ്തിട്ട് വെളിയിറങ്ങാം, എന്നിട്ട് പിന്നെ സംസാരിക്കാം. അപ്പോൾ അത് യെല്ലോ ലൈൻ വിത്ത് റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്ന് ചേർന്നിട്ടുണ്ട്. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 16. ഇവിടെയാണ് നമ്മളുടെ ദേറാദൂനിലോട്ട് പോകുന്ന ട്രെയിൻ വരാൻ പോകുന്നത്. 1 മണിക്കൂർ ഉണ്ട് ഇനിയും. ഇറ്റ്സ് ഓൺലി 5:41. നമ്മുടെ ട്രെയിൻ വരാൻ പോകുന്നത്, ട്രെയിൻ വിടാൻ പോകുന്നത് 6:45 ഇതാണ് വന്ദേ ഭാരത് മുമ്പ് നിൽക്കുന്നത്, ടുവേർഡ്സ് വാരണാസി ഐ ബിലീവ്. ഇപ്പോൾ C5 നമ്മളുടെ ബോഗി. എക്സിക്യൂട്ടീവ് ക്ലാസ് അല്ല, ആക്ച്വലി ഐ തിങ്ക് നോർമൽ ചെയറിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം ലെറ്റ്സ് സീ, വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല അതെങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, ട്രെയിനിൻ്റെ അനൗൺസ്മെൻ്റ് ആയി. ഇപ്പം ട്രെയിൻ വരും. ഇറ്റ്സ് ഓൾറെഡി 6:15. അപ്പം ട്രെയിൻ ലേറ്റ് അല്ല, ട്രെയിൻ സമയത്തിന് വരും. 6:45 ലീവ് ഫ്രോം ഡൽഹി. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തണുപ്പാണ്. അതാണ്ടില്ലേ, ഞാൻ ഓൾറെഡി ഒരു ലെയർ ആഡ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും നടക്കുന്നത്. ലെറ്റ് മീ പുട്ട് ദിസ് ഹുഡി. ഹുഡിയിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ആണെങ്കിൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ദേറാദൂൻ സൈഡിൽ പോകുമ്പോൾ എന്ത് തണുപ്പായിരിക്കും. അങ്ങനെ ട്രെയിൻ വിട്ടു. ഓക്കെ, ഇപ്പോൾ തന്നെ വെള്ളമൊക്കെ കൊണ്ടുതന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ ദേറാദൂൻ എത്തി. അലീറോയ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ആദ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഗേജ് വെക്കാൻ എവിടെയെങ്കിലും ഒരു സ്ഥലം നോക്കണം, ഫ്രണ്ട്സിനെ വിളിക്കണം. അപ്പം ഈ വീഡിയോ ഇവിടെ വരെ കണ്ടെങ്കിൽ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് പിന്നെയും കാണാം.